ഗൈസ്, നിങ്ങളുടെ ഫ്രണ്ട്സിനെയോ ഫാമിലീസിനെയോ ബോയ് ഫ്രണ്ട്സോ ഗേൾ ഫ്രണ്ട്സോ ഇഷ്ടമുള്ളവർക്കൊക്കെ ഇതുപോലത്തെ ഒരു കാർഡ് ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ ഇതുണ്ടാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, ഭയങ്കര ഈസിയാണ്. പക്ഷെ കുറച്ച് ക്ഷമയുടെ ഒക്കെ ആവശ്യമുണ്ട്. ആദ്യം ഒരു കട്ടിയുള്ള ഒരു പേപ്പർ എടുക്കുക. ഞാനിവിടെ എടുത്തത് ഐവറി ഷീറ്റാണ്. എന്നിട്ട് അത് ഹാഫായിട്ടൊന്ന് ഫോൾഡ് ചെയ്യുക. എന്നിട്ട് 4 സൈഡൊന്ന് കർവായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഒരു ഹാർട്ട് ഷേപ്പ് എടുക്കുക, അതുപോലെ ഒന്ന് ട്രേസ് ചെയ്തെടുക്കുക, എന്നിട്ട് അതൊന്ന് കട്ട് ഔട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ആ ഒരു ഷേപ്പിലുള്ള നമുക്ക് കാർഡ് കിട്ടും. ഇനി നമുക്ക് ഇതുപോലെ റെഡ് കളർ പേപ്പർ സ്ട്രിപ്സ് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി വെക്കണം. എന്നിട്ട് അത് റോൾ ചെയ്യുക, ഫെവിക്കോൾ വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഈ കുറച്ചൊന്നും പോരാ, കുറച്ചധികം വേണം. ഇവിടെയാണ് ഞാൻ ക്ഷമ വേണമെന്ന് പറഞ്ഞത്. കുറച്ചധികം ഉണ്ടെങ്കിൽ നല്ല ഭംഗിയുള്ളൂ കാണാൻ. ഇനിയൊന്നുമില്ല, നമ്മുടെ കാർഡിൻ്റെ അകത്തുണ്ടല്ലോ, അവിടെ നമ്മൾ ഗ്ലൂ വെച്ചിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ അതിനായിട്ട് ബ്രഷ് എടുത്തിട്ടാണ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അത് നമ്മുടെ കയ്യിലാവണ്ടല്ലോ. പിന്നെ നമ്മൾ ട്വീസറോ അല്ലെങ്കിൽ എന്തെങ്കിലും കൈയാണെങ്കിലും കുഴപ്പമില്ല, അതാണ് കുറച്ചും കൂടി എളുപ്പം. എന്നിട്ട് ഓരോ റോൾസ് നമ്മൾ ഇതുപോലെ ആ ഒരു ഹാർട്ടിൻ്റെ ഷേപ്പിലൊന്നും ഇങ്ങനെ വെച്ച് ഇങ്ങനെ കൊടുത്താൽ മതി. അപ്പോൾ ഇത്രയും വെച്ച് വന്നപ്പോഴേക്കും നമ്മൾ ഓൾറെഡി ഒട്ടിച്ച ഗ്ലൂ ഒക്കെ ഉണങ്ങിപ്പോയായിരുന്നു. അപ്പോൾ ഒന്നും കൂടി ഒന്ന് ഗ്ലൂ വെച്ചിട്ടൊന്ന് ചെയ്ത് കൊടുത്താൽ കറക്റ്റായി നിന്നോളും. നമ്മൾ കറക്റ്റ് ഫിറ്റിലൊന്ന് വെച്ച് കൊടുത്താൽ അത് ഇതുപോലെ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ മെയിൻ പ്രോസസ്സ് വന്നിട്ട്. അപ്പോൾ നമ്മുടെ കാർഡ് തുറക്കുമ്പോൾ ഇതുപോലൊക്കെ വരും കേട്ടോ. നല്ല അടിപൊളിയാണ് കാണാൻ. എന്നിട്ട് കുറച്ചുകൂടി ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ ചെയ്യാം. ഞാൻ കുറച്ച് എന്താ പറയുക, പെന്നൊക്കെ വെച്ചിട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ എഴുതി കൊടുക്കുകയാണ് ചെയ്യുന്നത്. കുറച്ച് ഹാർട്ട് ഷേപ്പൊക്കെ വരച്ചും കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കാർഡിൻ്റെ അകത്ത് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കോട്ട്സോ കാര്യങ്ങളോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ എഴുതി കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ ഫോട്ടോസൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇഷ്ടമുള്ള ഡ്രോയിങ്സ് വരയ്ക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഞാൻ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് എഴുതി കൊടുത്തത്. പിന്നെ ഞാൻ വൈറ്റ് റിബണൊക്കെ വെച്ചിട്ട് ഇതുപോലെ ഒരു ബോയ് ആണ് ഉണ്ടാക്കി കൊടുത്തത്. അപ്പോൾ തുറക്കുന്ന ആൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസ് കാണാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക.